ഹായ് ഓൾ, നമസ്കാരം. നമ്മൾ ഒരുപാട് പ്രഭാവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു 4 എഫക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടില്ലാത്തവരും കാണും. അപ്പോൾ ആ എഫക്റ്റുകൾ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത എഫക്റ്റുകളാണ്, 4 വ്യത്യസ്തമായിട്ടുള്ള എഫക്റ്റുകളാണ്. അപ്പോൾ അതെന്തൊക്കെ പ്രഭാവങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാസിബോ എഫക്റ്റ്. പ്ലാസിബോ എഫക്റ്റ് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ള കാര്യമാണ്. എന്താണ് പ്ലാസിബോ എഫക്റ്റ്? വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് സൈക്കോളജി ഫിനോമിന എന്നറിയപ്പെടുന്ന ഇഫക്റ്റാണ് ഈ പ്ലാസിബോ എഫക്റ്റ്. ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ തന്നെ ഒരു വ്യക്തിയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു എഫക്റ്റാണ് പ്ലാസിബോ എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. മിക്കവാറും ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കാണപ്പെടാറുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ പൂജിക്കുന്ന ഭസ്മം, പൂജിച്ച് വാങ്ങിയ ഭസ്മം കൊണ്ട് വയ്യാതെ കിടക്കുന്ന ഒരു രോഗിക്ക്, പനി പിടിച്ചോ അല്ലെങ്കിൽ ഒട്ടും സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ഒരു രോഗിക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അയാൾ എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമാണല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത, ശാസ്ത്രത്തെ വരെ തോൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതുവരെയും അതിനെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ആ പൂജിച്ച ഭസ്മത്തിനെ അത്രത്തോളം അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അവരിൽ എത്രമാത്രം ആ ഒരു ഭസ്മത്തിനെ വിശ്വസിക്കാനുള്ളൊരു കണ്ടന്റ് ഉണ്ടായി, അത് ആണ് അവരിലെ ആ ഒരു എഫക്റ്റ് കൊണ്ടുവന്നത് എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വെള്ളം, വെറും വെള്ളം പോലും ഒരു പുണ്യതീർത്ഥമായിട്ട് അല്ലെങ്കിൽ പൂജിച്ച ഒരു ഇതായിട്ട് അല്ലെങ്കിൽ അസുഖം മാറാനുള്ളൊരു മരുന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും വലിയ മാറ്റങ്ങൾ കാണുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കളിയാക്കിയൊക്കെ വിടുമ്പോഴത്തേക്ക് ചുമ്മാതെ തട്ടിപ്പാന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, ഇതുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത ഒരു സൈഗാർനിക് എഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൈഗാർനിക് എഫക്റ്റ് എന്ന് ആ പേരറിയില്ലെങ്കിലും നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്ന കാര്യമായിരിക്കും. കാരണം നമുക്ക് മുഴുവനായിട്ട് ചെയ്ത് തീർക്കാതെ പോയ എന്തെങ്കിലും ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന ടാസ്ക് ഉണ്ടെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ചും എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അത് ചെയ്ത് തീർക്ക് 100,000 ടാസ്കുകൾ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ പോലും നമുക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ചെയ്ത് തീർക്കാത്ത ടാസ്കിനെ കുറിച്ച് ഒരുപാട് കിടന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ അത് ഒരു പ്രഭാവമാണ്. ആ ഒരു എഫക്റ്റ് അത് നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. നമ്മൾ ആ ടാസ്ക് ചെയ്ത് തീർത്തേ പറ്റൂ എന്ന് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ള ഒരു എഫക്റ്റാണ് സൈഗാർനിക് എഫക്റ്റ്. 3, കോക്ടെയിൽ പാർട്ടി എഫക്റ്റ്. കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റും ഭയങ്കര ബഹളമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു, അയാളോട് സംസാരിക്കാൻ പോകുന്ന സ്ഥലത്ത് ചുറ്റും ഭയങ്കര നോയ്സാണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ബഹളവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് സംസാരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ലേ? കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഫുള്ളി ഇൻവോൾവ് ആകാനും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കാനും അവർ പറയുന്നതിന് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാനും നമുക്ക് ചിലപ്പോൾ പറ്റാതെ വരും, ഇല്ലേ? നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ലേ? എന്നാൽ ചിലർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ചിലർക്ക് ഭയങ്കര കഴിവാണ്, പ്രത്യേക ഒരു കഴിവാണ്. ഇത്രയും ബഹളത്തിന് ഭയങ്കര ബഹളം, നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബഹളമാണെങ്കിൽ പോലും ആ ബഹളത്തിനിടയിലും ഒരു കോൺവെർസേഷനിൽ ഫുള്ളി ഇൻവോൾവ് ആകാനും നന്നായിട്ടിരുന്ന് കേട്ടിരിക്കാനും പറ്റുന്ന ആ ഒരു എബിലിറ്റി, ആ ഒരു പ്രഭാവത്തിനെയാണ് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ എഫക്റ്റ്, ഫാൻഡം എഫക്റ്റ്. അതായത് മിക്കവർക്കും ഉണ്ടാവും അല്ലേ, നമുക്ക് ഫോണിൽ റിംഗ് ഒന്നും വരുന്നില്ല, കോളൊന്നും വരുന്നില്ല, മെസ്സേജ് വരുന്നില്ല, അതായത് വൈബ്രേറ്റ് പോലും ചെയ്യുന്നില്ല ഫോൺ. പക്ഷെ നമുക്ക് തോന്നുന്നു നമ്മുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫോൺ എടുത്തിട്ട് പിന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അതായത് നമ്മൾ കഴിക്കുമ്പോഴും, വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ജോലി തിരക്കിൻ്റെ ഇടയിലും, കുളിക്കുമ്പോൾ പോലും, ബാത്റൂമിൽ പോകുമ്പോൾ പോലും എൻ്റെ ഫോണിൽ റിങ് വന്നു, എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എൻ്റെ ഫോണിൽ കോൾ വന്നു, എന്തോ ഒരു കാര്യം വന്നു എന്ന് വെച്ചാൽ എപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഈ ഒരു തോന്നൽ കാരണം നമ്മൾ എപ്പോഴും ഫോൺ എടുത്ത് നോക്കുന്ന ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന ആ ഒരു പ്രഭാവം, ആ ഒരു രീതി, അതിനെയാണ് ഇത് പറയുന്നത്
റാൻഡം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 എഫക്റ്റും വ്യത്യസ്തമാണ്. 4 എഫക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. നിങ്ങളെല്ലാവരും മിക്കവാറും അനുഭവിച്ചിട്ടുള്ള എഫക്ട്സ് ആയിരിക്കുമെന്ന് ഞാനിത് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റിയത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് സൈക്കോളജിസ്റ്റ് ഫോളോ ചെയ്യുക. താങ്ക് യു.